ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 149 സന്ദേശം. കർത്താവ് ഒരു ആത്മാവിന്റെ അടുത്തായിരിക്കാനും അതിനെ നയിക്കുവാനും ആഗ്രഹിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ളതെല്ലാം അവിടുന്ന് മാറ്റിക്കളയും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. രക്ഷ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നെയാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണെങ്കിലും ആ രക്ഷയെ നമ്മളെ കൂടാതെ അവന് നമ്മളിലേക്ക് നിവേശിപ്പിക്കാനായിട്ട് നമുക്ക് നൽകാനായിട്ട് പറ്റത്തില്ല. ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്ന രക്ഷ പോലും മനുഷ്യന് തിരസ്കരിക്കാനും നിരസിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിപൂർണ്ണ സ്വതന്ത്രനായ ദൈവം തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുക. എന്നാൽ ദൈവം ആ, ഒരു വ്യക്തിയിലേക്ക് അവനെ നയിക്കാൻ അല്ലെ അവളെ നയിക്കാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് അവിടുന്ന് ഏറ്റെടുക്കുന്ന അനുഭവം പലർക്കും ഉണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഒരാത്മാവിൻ്റെ അടുത്തായിരിക്കാനും അതിനെ നയിക്കാനും ആഗ്രഹിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ളതെല്ലാം അവിടുന്ന് മാറ്റിക്കളയും. ദൈവം നയിക്കുമ്പോൾ, ദൈവം തന്നെ മുൻകൈ എടുത്തൊരു ആത്മാവിനെ നയിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന, പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന എല്ലാം ദൈവം തന്നെ മാറ്റിക്കളയും. അതുകൊണ്ടാണ് നീ ശാന്തമായിട്ടിരിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ശാന്തമായിട്ട് അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ നമ്മുടെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവഹിതമല്ലാത്തതെല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കട്ടെ. ദൈവഹിതത്തിനനുസരിച്ച് നമ്മളെ അവിടുന്ന് നയിക്കട്ടെ. പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അവിടുത്തെ അനന്തമായ സ്വർഗീയമായ നന്മയാകുന്ന ആ പദ്ധതിയെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.